നമ്മുടെ മാർക്കറ്റിംഗിൽ രണ്ട് രീതിയിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകളുണ്ട്. ഒന്ന് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയും, രണ്ടാമത്തേത് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ്. അപ്പോൾ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. ഇൻബൗണ്ട് മാർക്കറ്റിങ്ങിന് സാധാരണയായിട്ട് നമ്മൾ പുൾ മാർക്കറ്റിംഗ് എന്നും കൂടെ പറയാറുണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ബിസിനസ്സിനെ തേടി വരുന്ന ആളുകളിലേക്ക്, അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൂഗിളിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കുക. അതിപ്പം പല രീതിയിൽ നമ്മൾ വെബ്സൈറ്റിൽ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ട്, അതുപോലെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ രീതിയിൽ പുൾ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗൂഗിളിൽ ഒരാൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് ഓൾറെഡി വെബ്സൈറ്റോ ബിസിനസ്സോ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും ആൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിപ്പെടുകയും അത് ത്രൂ അവർ നമ്മുടെ ഒരു കസ്റ്റമറായിട്ട് മാറുകയും ചെയ്യും. ഇനി രണ്ടാമത്തേത് ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് ആണ്. ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പുഷ് മാർക്കറ്റിംഗ് എന്ന് പറയാറുണ്ട്. സാധാരണയായിട്ട് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡുകളൊക്കെ, ഇപ്പോൾ ടി വി ആഡ് അല്ലെങ്കിൽ റേഡിയോ ആഡ്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ കോൾഡ് കോളിങ്സ്, അപ്പോൾ ഇതൊക്കെ സാധാരണ ഈ ഒരു ഔട്ട്ബൗണ്ട് മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന സാധാരണയായിട്ട് ഉള്ള ഈ ബൂസ്റ്റിംഗ് ക്യാമ്പയിനുകളൊക്കെ എന്താണ്, ഈ ഒരു ഔട്ട്ബൗണ്ട് മാർക്കറ്റിങ്ങിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇനി റിസൾട്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ആണ് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവായിട്ടും നമുക്ക് ഒന്നും കൂടെ കൺവേർഷൻ റേറ്റ് അല്ലെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ റേറ്റ് കൂടുതലായിട്ട്, ആ ഒരു കൺവേർഷൻ റേറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുക സാധാരണ ഈ ഒരു ഇൻബൗണ്ട് മാർക്കറ്റിംഗ് മെത്തേഡിലൂടെയാണ്. ഓക്കെ.